ബിരിയാണി ആവശ്യപ്പെട്ട് തരാം. തെണ്ടിത്തരം എന്നല്ലാതെ എനിക്കതിൽ വേറെ ഒന്നും പറയാനില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഞെട്ടിക്കൽ ബിരിയാണി. ഈ ഞെട്ടിക്കൽ ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ചങ്ങാതിയാണ് അത് ഗംഭീരമായിട്ട് വൈറലാക്കിയിട്ടുള്ളത്. അയാളെ ബിരിയാണി വിളമ്പുന്ന സമയത്ത് ഈ ബിരിയാണി ഇങ്ങനെ പാത്രത്തിലേക്ക് ഇടുന്ന സമയത്ത് ഒന്ന് ഒച്ചയിടും, വളരെ ശബ്ദത്തിൽ ഒരു ഒച്ചയിടും. ഒച്ചിട്ടിട്ട് ആ ഭക്ഷണം അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ആ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ആള് അങ്ങോട്ട് ഞെട്ടിപ്പോകും. അതാണ് അത്ര ഞെട്ടിക്കൽ ബിരിയാണി. ഈ സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത കാലത്ത് വൈറലായിട്ടുള്ള ഒരു അപരാധമാണ് ഈ ഞെട്ടിക്കൽ ബിരിയാണി എന്ന് തന്നെ പറയാം. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്, ഒരു പയ്യൻ വരുന്നു, അവന് ഒന്ന് രണ്ട് സ്ത്രീകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, അവർക്ക് ബിരിയാണി കൊടുക്കുന്നു. ആ ബിരിയാണി കൊടുക്കുന്ന സമയത്ത് അവൻ ഗംഭീരമായിട്ട് ഒച്ചിടുന്നു. അത് അപ്രതീക്ഷിതമായിട്ടുള്ള ആ ഒച്ചയിൽ അവിടെ ഇരിക്കുന്ന ആളുകൾ ഞെട്ടുന്നു. ആ കസേരമായിട്ട് പുറകിലിട്ട് മറഞ്ഞു വീണു. ആ ഭക്ഷണം മുഴുവൻ ചിതർന്നു. ആളുകളൊക്കെ അലറിച്ചിരിക്കുന്നു, ഗംഭീരമാകുന്നു എന്നുള്ളതാണ്. കണ്ടുനോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും. അത് അവിടെ കണ്ടിട്ട് അവിടെ ചുറ്റുമുള്ള പെൺകുട്ടികൾ, ആളുകളൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗംഭീരമായ ചിരി, വളരെ ഗംഭീരമായ ചിരി. പക്ഷേ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇതിനടിയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള എഴുത്തുകളുണ്ട്. ഇങ്ങനെ നാറ്റിക്കില്ലേ, ഇതൊരുമാതിരി പരിപാടിയായിപ്പോയി, ഇതിൽ ഞാനില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ചോറ് കൊണ്ട് കളിക്കല്ലടാ നാറികളെ എന്ന് പറയുന്നുണ്ട്. റെസ്പെക്റ്റ് ഫുഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ആ ഭക്ഷണത്തെ വേസ്റ്റ് ആക്കിയതും ബഹുമാനിക്കാത്തതും വളരെ വലിയ തെറ്റാണ് ബ്രോ എന്ന് ഇതിൽ കമൻറ്റ് എഴുതിയിട്ടുണ്ട്. സോ നായിൻ്റെ മക്കൾ ചോറ് കളഞ്ഞിട്ടാണോ മറ്റേലത്തെ റീൽ എടുക്കുന്നത് എന്ന് ചില ആളുകൾ കമൻ്റ് അടിച്ചിട്ടുണ്ട്. റീച്ചിന് വേണ്ടി അന്നം വേസ്റ്റ് ആക്കിയില്ലേ മൈത്താണ്ടി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അത്ര നല്ല ആളുമില്ല, ബട്ട് റെസ്പെക്റ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ കമൻ്റ് അടിച്ചിട്ടുണ്ട്. ഭക്ഷണം കൊണ്ട് കളിച്ചാൽ റബ്ബ് ഭക്ഷണം കൊണ്ട് പരീക്ഷിക്കുമെന്ന് ഒരു ഉസ്താദ് ഇതിൽ കമൻ്റ് അടിച്ചിട്ടുണ്ട്. റെസ്പെക്റ്റ് ഫുഡ് ബ്രദർ, ഇത് കണ്ട് ചിരിക്കുന്ന കൂട്ടത്തിൽ ഞാനില്ല. ശരിയാണ്, ഇത് കണ്ട് നമുക്ക് ആർക്കും ചിരി വരില്ല എന്നതാണ്. ശരിക്കും ഞെട്ടി. ഭക്ഷണം കിട്ടാത്തൊരു കാലം വരും. ഇത് തോന്നിവാസമാണ്. കാരണം ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. ഭക്ഷണം കൊണ്ട് കളിക്കരുത്, പടച്ചൊരു പരീക്ഷണം നടത്തും എന്ന് പറയുന്നുണ്ട്. 2 ദിവസം പട്ടിണി കിടന്നാൽ റെഡിയാവുന്ന. നോക്കൂ, ഇങ്ങനെ കമൻ്റ് എഴുതിയ ആളുകളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഇവരുടെ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഇവരൊക്കെ ഇസ്ലാം മതവിശ്വാസികളാണ്. ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇങ്ങനെ കമൻ്റ് എഴുതിയ ആളുകളുടെ ബഹുഭൂരിപക്ഷം, ഒരു 100 പേരുണ്ടെങ്കിൽ 99 പേരും ഇതിൽ എന്താണ്, ഇസ്ലാം മതവിശ്വാസികളാണ്. മിസ്റ്റർ ജലീലാണ് തെണ്ടികളെ. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടാതിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഒന്ന് ആലോചിച്ചൂടെ? ഒരു മിഹാദ് എന്ന് പറയുന്ന ചെക്ക് എഴുതിയിരിക്കുന്നത് മച്ചനെ ഭക്ഷണം കളയല്ലട. സഫ്വാൻ എഴുതിക്കുന്നത് ഡോണ്ട് വേസ്റ്റ് ഫുഡ് യാ. അമൽഷ എഴുതിക്കുന്നത് റെസ്പെക്റ്റ് ഫുഡ്. അങ്ങനെ ഇതിൽ കമൻ്റ് അടിച്ചിരിക്കുന്ന ആളുകളൊക്കെ എഴുതിയിരിക്കുന്നത് ആ ഒരു തരത്തിലുള്ള സംഗതികളാണ്. പക്ഷേ ഒരാളിതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയൊന്നുമല്ല. അത് നമുക്ക് അത്ഭുതം തോന്നുന്ന രീതിയിലാണ്. ഒറ്റ സുഹൃത്തുക്കളെ, അങ്ങനെ കമൻ്റ് എഴുതിയതിൽ ഒരു പക്ഷേ 100 പേരിൽ 99 പേരും അല്ലെങ്കിൽ 99% പേരും മുസ്ലിങ്ങളാണെന്നൊക്കെ ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് പറയാൻ കാരണം ഒരു കമൻ്റാണ്, ഒരൊറ്റ കമൻ്റാണ്. ആ കമൻ്റ് എന്നെ അത്ഭുതപ്പെടുത്തി എന്നതാണ്. നോക്കി, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. ഓൺലി മുസ്ലിം മാത്രമേ ഇത് ചെയ്യൂ എന്നാണ്. കണ്ടില്ലേ? ഓൺലി മുസ്ലിം മാത്രമേ ഇത് ചെയ്യൂ. ഏത് ചെയ്യൂ? ഇങ്ങനെ ഭക്ഷണം വേസ്റ്റ് ആക്കുന്ന പരിപാടി, ഇങ്ങനെ ഭക്ഷണം കൊണ്ട് കളിക്കുന്ന പരിപാടി, ഇങ്ങനെ ഭക്ഷണം വെച്ച് കളിപ്പിച്ച് റീൽ ഉണ്ടാക്കുന്ന പരിപാടി, അത് റീലാക്കിയിട്ട് റീച്ച് കിട്ടുന്ന ഇമാതിരിയുള്ള വേസ്റ്റ് പരിപാടികൾ മുസ്ലിങ്ങൾ മാത്രമേ ചെയ്യൂ എന്നാണ് ഒരു കമൻറ്റ് കാണാനുള്ളത്. ഈ കമൻറ്റ് കണ്ട സമയത്ത് ശരിയല്ലോ ഇത്തരത്തിലൊരു കമൻറ്റ് എന്നെനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവനൊക്കെ എന്തുകൂടെ വേറെ പണിയൊന്നുമില്ലേ, ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യേണ്ടതിൽ ആവശ്യമുണ്ടോ എന്ന് വിചാരിക്കും. പക്ഷെ ആവശ്യമുണ്ട് സുഹൃത്തുക്കളെ. നോക്കൂ, അതിലൊരു 100% പേര് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ മുസ്ലിങ്ങൾ തന്നെ കമൻ്റ് അടിച്ച് എന്തുവാണ്, എടാ ഇത് ശരിയല്ല, ഫുഡ് ഇങ്ങനെ വേസ്റ്റ് ആക്കരുത്, ദൈവം നിങ്ങളോട് ചോദിക്കും,
നിങ്ങളെ പരീക്ഷണം നടത്തും എന്നീ തരത്തിലുള്ള കമൻറ്റുകളൊക്കെ ഇഷ്ടം പോലെ കാണാനുണ്ട്. അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഉണ്ടായിട്ട് പോലും അതിനിടയിൽ മുസ്ലിങ്ങൾ മാത്രമേ ഇങ്ങനെ ഫുഡ് വേസ്റ്റ് ആക്കുന്ന പരിപാടി ചെയ്യുമെന്ന് ഒരാൾക്ക് കമൻ്റ് അടിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അവൻ്റെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഭീകരമായിട്ടുള്ള മുസ്ലിം വിരോധം എത്രത്തോളം ഉണ്ടായിരിക്കുമെന്ന് ആലോചിക്കുക. മുസ്ലിങ്ങൾ മാത്രമാണ് നമ്മുടെ കേരളത്തിൽ ഫുഡ് വേസ്റ്റ് ആക്കുന്നത്. ഒരു ഹിന്ദു കല്യാണത്തിന് പോയി നോക്കി, ഒരു വലിയ ഇല അങ്ങോട്ട് വിളമ്പും ഇല്ലേ, ആ ഇല അങ്ങോട്ട് വെച്ചിട്ട് ഒരു തലക്കത്തിന് കറികൾ ഇങ്ങനെ വിളമ്പി തുടങ്ങും. 10-15 കറികൾ ഉണ്ടായിരിക്കും, അതിന് നടക്ക് ചോറുണ്ടായിരിക്കും, പിന്നെ സാമ്പാർ ഒഴിക്കും. നിങ്ങൾ എത്ര പേര് അത് മുഴുവൻ കഴിച്ചിട്ടുണ്ട്? ഒന്ന് കൈ നോക്കിക്കും. എത്ര പേര് അത് മുഴുവൻ കഴിച്ചിട്ടുണ്ട്? ഉണ്ടാവില്ല. 100% പേരും അങ്ങനത്തെ പണ്ടുവരും. മുഴുവൻ കഴിക്കുന്ന ആൾക്കാർ വളരെ വിരളമാണ്. ഒരു 400 പേര് കല്യാണത്തിന് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 5-6 പേര് ആ ഇല മുഴുവൻ വടിച്ച് എന്താ പറയുക തിന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അല്ലാത്തവർ മിക്കവരും ഫുഡ് വേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരിക്കും. ആ ഫുഡ് വേസ്റ്റ് ആക്കുന്നത് വേസ്റ്റ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും മുസ്ലിങ്ങൾ വന്നിട്ട് ഇത് അങ്ങനത്തെ ഒരു സംഗതി കാണുമ്പോൾ അതിൻ്റെ താഴത്ത് വന്നിട്ട് ഈ ഹിന്ദുക്കളൊക്കെ കല്യാണം നടത്തുന്നത് എന്തിനാണെന്നാണ്? ഫുഡ് വേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കല്യാണം നടത്തുന്നത്. ഈ സദ്യ എന്ന് പറഞ്ഞ പരിപാടിയിൽ എത്ര ഫുഡാണ് വേസ്റ്റ് ആവുന്നത് എന്ന കമന്റ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ കമന്റ് അടിക്കാറുണ്ടോ? ഒന്നും വേണ്ട. നമ്മുടെ ഉത്തരേന്ത്യയിൽ ഒരു ക്ഷേത്രമുണ്ടത്രേ, ഈ ബ്രാഹ്മണന്മാർ തിന്ന ഇല ഈ വെച്ചിലിങ്ങനെ അതിൽ ഭക്ഷണമൊക്കെ ഉണ്ടാവും, അതിങ്ങനെ നിരത്തി വെക്കും, അതിൻ്റെ മേലെ കിടന്ന് ഉരുളുക. അങ്ങനെ ഉരുണ്ട് കഴിഞ്ഞാൽ പുണ്യം കിട്ടുമെന്ന് അത്ര അവർ വിശ്വസിക്കുന്നത്. എനിക്കത് ടീമാണെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല, എന്തായാലും അതൊക്കെ നടക്കുന്നുണ്ട് എൻ്റെ സുഹൃത്തുക്കളെ. അപ്പം ഞാൻ പറഞ്ഞു വെച്ച കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഭക്ഷണം വേസ്റ്റ് ആക്കുന്നതൊന്നും മതങ്ങളുടെ മേലെ വെച്ച് കെട്ടരുത്. ദയവ് ഇത് ചെയ്യരുത്. ഭക്ഷണം വേസ്റ്റ് ആക്കുന്ന മുസ്ലിങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ, ഇങ്ങനെ ചെയ്യുമെങ്കിൽ അത് മുസ്ലിങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. എന്തൊരു വൃത്തികെട്ട മനസ്സാണ്. ഈ ഫുഡ് വേസ്റ്റ് ആക്കുന്ന പരിപാടി മുസ്ലിങ്ങളല്ല, എല്ലാ മനുഷ്യരും ചെയ്യുന്നുണ്ട്. അത് മത അടിസ്ഥാനമാക്കിയിട്ടല്ല, ബോധം അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇതൊക്കെ ഭക്ഷണം വേസ്റ്റ് ആക്കണോ വേസ്റ്റ് ആക്കേണ്ടതെന്നൊക്കെ ആ ഭക്ഷണത്തിനുള്ള റെസ്പെക്ട് കാണിക്കുന്നവരും കാണിക്കാത്തവരുണ്ട്. 2 പേരേ ഉള്ളൂ. ഭക്ഷണത്തിലുള്ള റെസ്പെക്ട് കാണിക്കുന്നവരുണ്ട്, കാണിക്കാത്തവരുണ്ട്. അവർ അത്ര ഒരു വ്യത്യാസം അതിൽ കാണുന്നുള്ളൂ. അതിൽ ദയവ് ചെയ്ത് മതം തിരികെക്കരുത്. അത് ഭീകരമായിട്ടുള്ള വർഗീയത ഉണ്ടാക്കും. അല്ലെങ്കിൽ തന്നെ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഞാനടക്കമുള്ള ആളുകളൊക്കെ ഒരല്പം ബേജാറാകുന്നത് ഇവിടെ BJPക്ക് ആള് കൂടി തുടങ്ങുന്നു എന്നുള്ളതാണ്. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളടക്കം BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ട് ജയിക്കുന്നു എന്നുള്ളതാണ്. അതൊരു വലിയ അപകടത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ.